ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എന്താണ് എപ്പിക് പോയം, അതുപോലെ എന്താണ് മോക്ക് പോയം എന്നുള്ളതാണ്. ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ഈ ഒരു വീഡിയോ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കൊട്ട് ലേറ്റ് ആക്കാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് എന്താണ് എപ്പിക് പോയം എന്നുള്ളത് നോക്കാം. എ ലോങ് നെറേറ്റീവ് പോയം ordinarily concerning a serious subject. നീണ്ട കവിതയായിരിക്കും, ലോങ് പോയായിരിക്കും. ഒരു നീണ്ട ആഖ്യാന കവിത സാധാരണഗതിയിൽ ഗൗരവമേറിയ വിഷയത്തെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ എപ്പിക് പോയത്തിൽ നീണ്ട പോയമായിരിക്കും, ഗൗരവമേറിയ സബ്ജക്റ്റിനെ പറ്റിയിട്ടായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. കണ്ടെയ്ൻസ് ഡീറ്റെയിൽസ് ഓഫ് ഹീറോയിക് ഡീഡ്സ്. എപ്പിക് കവിതയിൽ എന്തുണ്ടായിരിക്കും? വീരകൃത്യങ്ങളുടെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. ഡിസ്ക്രൈബ്സ് ഇവൻറ്റ്സ് സിഗ്നിഫിക്കൻറ്റ് ടു എ കൾച്ചർ ഓർ നേഷൻ. ഒരു സംസ്കാരത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ പ്രാധാന്യമുള്ള സംഭവങ്ങൾ എപ്പിക് പോയത്തിൽ വിവരിക്കുന്നുണ്ട്. ഷോസ് ഡിവൈൻ ഇൻ്റർവെൻഷൻ ഓൺ ഹ്യൂമൻ അഫെയേഴ്സ്. മനുഷ്യകാര്യങ്ങളിൽ ദൈവിക ഇടപെടലുകൾ എപ്പിക് പോയത്തിൽ കാണാൻ സാധിക്കും. പ്രസൻസ് ഓഫ് സൂപ്പർ നാച്ചുറൽ ഫോഴ്സസ്. അമാനുഷിക ശക്തിയുടെ സാന്നിധ്യവും എപ്പിക് പോയത്തിൽ ഉണ്ടായിരിക്കും. ഫീച്ചേഴ്സ് ഹീറോസ് ദാറ്റ് എംബോഡി ദ വാല്യൂസ് ഓഫ് ദി സിവിലൈസേഷൻ. നാഗരികതയുടെ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന നായകന്മാരെ ഫീച്ചർ ചെയ്യുന്നതായിരിക്കും എപ്പിക് കവിത. നായകന്മാരെല്ലാം നോബിൾ ബർത്ത് ഉള്ളവരായിരിക്കും. അവരൊക്കെ എന്താണ് എപ്പിക് പോയത്തിൽ സൂപ്പർ നാച്ചുറൽ പ്രോബ്ലംസിനെയൊക്കെ അതിജീവിച്ച് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും നമ്മൾ എപ്പിക് പോയത്തിൽ കാണുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് മോക്ക് എപ്പിക് എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു എപ്പിക് എന്നാൽ ലോങ് നെറേഷൻ ആയിട്ടുള്ള പോയമാണ്. എന്നാൽ മോക്ക് എപ്പിക് എന്താണ്? ഷോർട്ട് പോയമാണ്. ഇറ്റ് ഈസ് എ ടിപ്പിക്കലി സെറ്റയേഴ്സ് ഓർ പാരഡി ഓഫ് ആൻ എപ്പിക്. ഇതൊരു ഇതിഹാസത്തിൻ്റെ ആക്ഷേപഹാസ്യമോ പാരഡിയോ ആണ്. ഓൾസോ നോൺ ആസ് മോക്ക് ഹീറോയിക് ഓർ ഹീറോയിക് കോമിക്. മോക്ക് എപ്പിക്കിനെ മോക്ക് ഹീറോയിക് അല്ലെങ്കിൽ ഹീറോയിക് കോമിക് എന്ന് അറിയപ്പെടുന്നുണ്ട്. മോക്ക് എപ്പിക് ഈസ് എ പാരഡി ഓഫ് എപ്പിക് സ്റ്റൈൽ ഓർ മാനർ ഓഫ് റൈറ്റിംഗ് ദാറ്റ് ട്രീറ്റ്സ് ട്രീവിയൽ സബ്ജക്ട്സ് സീരിയസ്ലി. നിസാര വിഷയങ്ങളെ ഗൗരവമായി കൈകാര്യം ചെയ്യുന്ന ഇതിഹാസ ശൈലിയോ രചനാരീതിയുടെയോ പാരഡിയാണ് മോക്ക് എപ്പിക്. ഇറ്റ് ഫ്ലറിഷ്ഡ് ഇൻ 17th ആൻഡ് ഏർലി 18th സെഞ്ച്വറി ഇംഗ്ലണ്ട്. 17-ാം നൂറ്റാണ്ടിലും 18-ാം നൂറ്റാണ്ടിൻ്റെയും തുടക്കത്തിൽ ഇംഗ്ലണ്ടിൽ ഇത് ഫ്ലറിഷ് ചെയ്തു. ജോൺ ഡ്രൈഡൻ ഈസ് വൺ ഓഫ് ദ ഏർലിയസ്റ്റ് പോയറ്റ്സ് ഹൂ പോപ്പുലറൈസ്ഡ് ദിസ് ജോണർ വിത്ത് മാക് ഫ്ലെക്നോ പബ്ലിഷ്ഡ് ഇൻ 1682. 1682-ൽ പ്രസിദ്ധീകരിച്ച മാക് ഫ്ലെക്നോയിലൂടെ ഒരു ജോണറിനെ ജനകീയമാക്കിയ ആദ്യകാല കവികളിൽ ഒരാളാണ് ജോൺ ഡ്രൈഡൻ. എ ഫണ്ടമെൻ്റൽ ഫീച്ചർ ഓഫ് ഓൾ മോക്ക് എപ്പിക്സ് ഈസ് സെറ്റയർ. എല്ലാ മോക്ക് എപ്പിക്കിൻ്റെയും അടിസ്ഥാന ഫീച്ചർ സെറ്റയർ ആണ്, അതായത് ആക്ഷേപഹാസ്യമാണ്. ദ ഐറണി, എക്സാജറേഷൻ ആൻഡ് സർക്കസം ആർ ഓൾസോ യൂസ്ഡ് ടു അച്ചീവ് എ സെറ്റയറിക് എഫക്റ്റ്. ഐറണി എന്ന് പറഞ്ഞാൽ പരിഹാസം, എക്സാജറേഷൻ അതിശയോക്തി, സർക്കാസം എന്ന് പറഞ്ഞാലും പരിഹാസമാണ്. പരിഹാസം, എക്സാജറേഷൻ ഇവയെല്ലാം ഒരു ആക്ഷേപഹാസ്യ പ്രഭാവം നേടാൻ മോക്ക് എപ്പിക്കിൽ യൂസ് ചെയ്യുന്നുണ്ട്.